ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ആക്ച്വലി ആംസ്റ്റർഡാമിൽ പോയ സമയത്ത് ഒരു വ്യത്യസ്തമായ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്തു. ലൈക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. റിപ്ലീസ് ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ശരിക്കും ഒരു അൺബിലീവബിൾ പ്ലേസ്. ഞാൻ അവിടെ പോയ സമയത്ത് നമ്മളവിടെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ശരിക്കും ലിറ്ററലി ലൈക്ക് ഒരു വ്യത്യസ്തമായ ഒരു പ്ലേസ്. ലൈക്ക് ഐ ഡോണ്ട് നോ. സോ ഞാൻ വിചാരിച്ചു അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന്. ഗൈസ്, നിങ്ങളിത് നോക്ക്. ലൈക്ക് ലിറ്ററലി ഓരോ മുക്കിലും മൂലയിലും ലൈക്ക് മൊത്തം സർപ്രൈസിങ് ആണ്. നമ്മൾ ഏത് കോർണറിലേക്ക് തിരിഞ്ഞാലും അവിടെയെല്ലാം ഓരോ വിചിത്രമായൊരു സർപ്രൈസ് ഉണ്ടായിരിക്കും. ലൈക്ക് ഇതൊരു മ്യൂസിയം ആണോ എന്ന് ചോദിച്ചാൽ ഐ കാൺ സേ ദിസ് ഇസ് എ മ്യൂസിയം. ഇറ്റ്സ് ലൈക്ക് അൺറിയലിസ്റ്റിക്, എന്തോ ഒരു വ്യത്യസ്തമായൊരു പ്ലേസ്. ഞാൻ ശരിക്കും ഒരു മ്യൂസിയത്തിലും പോയിട്ട് വാവ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദിസ് പ്ലേസ് ലൈക്ക് അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഒരു മ്യൂസിയത്തിൽ പോയിട്ടോ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ലൈക്ക് ഞാൻ ശരിക്കും ഒരു മ്യൂസിയം പേഴ്സൺ അല്ല. ഞാൻ എവിടെ പോയാലും ഇങ്ങനെ മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ ശരിക്കും ഈ പ്ലേസിൽ വരുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാനിങ്ങനെ കണ്ട് കയറിയതാണ്. ലൈക്ക് എൻട്രൻസിൽ നിന്ന് കയറിയപ്പം എന്തോ ഒരു മാജിക്കൽ വൈബ് അവിടെ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കയറിയ ഒരു പ്ലേസാണ്. ശരിക്കും ഒരു മ്യൂസിയം എന്ന് പറയും, പക്ഷേ നോ, ഇറ്റ്സ് നോട്ട് മ്യൂസിയം. ലൈക്ക് നമ്മൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ശരിക്കും ലൈക്ക് എൻജോയ് ചെയ്യാൻ ഒരു ഫണ്ണായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മ്യൂസിയം ആണത്. ലൈക്ക് മ്യൂസിയം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ലൈക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ഇൻട്രോയിൽ അങ്ങോട്ട് പറഞ്ഞ് ഇതാക്കണില്ല. നമുക്ക് വീഡിയോയിലൂടെ എല്ലാം തന്നെ ക്ലിയർ ആയിട്ട് കാണാം. വെൽക്കം ടു റിപ്ലീസ് ബിലീവ് ഇറ്റ് ഓർ നോട്ട്. ഗൈസ്, ഇൻസൈഡിൽ വന്ന ഉടനെ തന്നെ ഞാൻ കാണുന്നത് കുറേ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള തിങ്സ് ആണ്. ഇവിടെ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ മനുഷ്യരും അവരുടെ കുറച്ച് അൺബിലീവബിൾ റെക്കോർഡ്സുമാണ്. ഉദാഹരണത്തിന് ബോഡി മുഴുവൻ ടാറ്റു ചെയ്ത ആളുകൾ, വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തവർ, ഈവൻ ചിലരുടെ ബോഡി സ്ട്രക്ചർ തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. അതുമാത്രമല്ല, ആംസ്റ്റർഡാം സിറ്റിയുമായി ബന്ധപ്പെട്ട ചില ഇൻട്രസ്റ്റിംഗ് ഫൺ ഫാക്റ്റും ഇവിടെ കാണാം. ഈ സിറ്റിയുടെ ഹിസ്റ്ററി, കൾച്ചർ, കൂടാതെ ഇവിടെയുള്ള ചില യുണീക്ക് ട്രഡീഷൻസ് വരെ ഇവർ ക്രിയേറ്റീവായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ഓരോ എക്സിബിറ്റിനും അതിൻ്റെ പിന്നിൽ ഒരു റിയൽ സ്റ്റോറി ഉണ്ട്. അതുകൊണ്ടാകാം ഇത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെയുള്ളതെല്ലാം തന്നെ 100% ട്രൂ ആണ്. ഗൈസ്, ഇനി നമ്മൾ എത്തുന്നത് ഒരു ടോട്ടലി ഡിഫറെൻറ്റ് സെക്ഷനിലേക്കാണ്. ഇത് ഗ്രീൻ ഹൗസ് സെക്ഷൻ പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ കാണുന്നത് ഓർഡിനറി മ്യൂസിയം വൈബല്ല, ഒരു മിനി ഇൻഡോർ ഗാർഡൻ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഗ്ലാസ് സ്ട്രക്ചേഴ്സ്, ഗ്രീൻ പ്ലാന്റ്സ്, ഹ്യൂമിഡ് അറ്റ്മോസ്ഫിയർ എല്ലാം ചേർന്ന ഒരു റിയൽ ഗ്രീൻ ഹൗസിൽ നിൽക്കുന്നത് പോലെയൊക്കെ തോന്നും. പക്ഷേ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് പറയാമോ? ഇത് വെറും പ്ലാന്റ്സ് കാണിക്കാൻ വേണ്ടി മാത്രമല്ല, ഇവിടെ ചില വിയേർഡ് ബൊട്ടാണിക്കൽ ഫാക്ട്സും അൺയൂഷ്വൽ പ്ലാന്റ്സും നേച്ചറിനെ കുറിച്ചുള്ള ഷോക്കിംഗ് ഇൻഫോർമേഷൻസും ക്രിയേറ്റീവായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി നാം എത്തുന്നത് അല്പം ക്രീപ്പി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സെക്ഷനിലേക്കാണ്. ഇവിടെ ആദ്യം തന്നെ കാണുന്നത് കുറേ സ്കൾട്ടൺ ഡിസ്പ്ലേസ് ആണ്. ടോട്ടലി ഒരു ഡിഫറെൻറ്റ് വൈബാണ്. ഒരു മിനി ഫോറസ്റ്റ് തീം ഏരിയ ആണിത്. ഇവിടെ ട്രീസ്, ഡിം ലൈറ്റിംഗ്, ഫോറസ്റ്റ് സൗണ്ട് എഫക്ട്സ് എല്ലാം ചേർന്ന ഒരു മിസ്റ്റീരിയസ് ജംഗിൾ ഫീൽ തരുന്നു. മ്യൂസിയത്തിൻ്റെ ഒരു ഇൻസൈഡ് ആണെന്ന് പോലും നമ്മൾ ആക്ച്വലി മറന്നു പോകും. അങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ ഓരോ കോർണറിലും സർപ്രൈസ് എലമെൻറ്റ്സ് ഉണ്ട്. നേച്ചറും മിസ്റ്ററിയും ഒരു സ്റ്റോറി ടെല്ലിംഗ് വൈബും എല്ലാം കൂടെ മിക്സ് ചെയ്തു വരുന്ന ഒരു എക്സ്പീരിയൻസ് ആണിത്. ഹോണസ്റ്റ്ലി പറഞ്ഞാൽ സ്കെൽട്ടൺ സെക്ഷൻസ് കൊണ്ടും അല്പം ഷോക്കായാലും ഈ ഫോറസ്റ്റ് ഏരിയയിൽ എത്തുമ്പോൾ വീണ്ടും മൈൻഡ് ഒന്ന് കാമാകും. പക്ഷെ അതേസമയം ഒരു ക്യൂരിയസ് ഫീലിങ്ങും കൂടി വരാം. ഗൈസ്, ഇനി നമ്മൾ എത്തുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് സ്ലൈറ്റ്ലി ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ്. ഇവിടെ കാണുന്നത് ആഫ്രിക്കൻ ട്രഡീഷണൽ കൾച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില എക്സിബിഷൻസ് ആണ്. ആഫ്രിക്കയിലെ വിവിധ ട്രൈബിൽ ഉപയോഗിച്ചിരുന്ന ട്രഡീഷണൽ മാസ്ക്, കോസ്റ്റ്യൂംസ്, റിച്വൽസുമായി ബന്ധപ്പെട്ട ആർട്ടിഫാക്ട്സ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓരോ പീസിലും അതിൻ്റെ സ്വന്തം സ്റ്റോറി ഉണ്ട്. ചിലത് സെലിബ്രേഷണൽ റിച്വൽസ്, ചിലത് പ്രൊട്ടക്ഷൻ ബിലീഫ്, ചിലത് സ്പിരിച്വൽ ട്രഡീഷൻസ് എന്നിവയെക്കുറിച്ചൊക്കെയാണ്. ഇവിടെ കാണുമ്പോൾ മനസ്സിലാകുന്നു ലോകത്തിലെ ഓരോ ഭാഗത്തും കൾച്ചർ എത്ര വ്യത്യസ്തമാണെന്നാണ്. സം ഓഫ് ദ ട്രഡീഷൻസ് നമുക്ക് അൺയൂഷ്വലായി തോന്നിയേക്കാം, പക്ഷേ അവിടെയുള്ള ആളുകൾ അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വിയേർഡ്, ഇറ്റ്സ് ആക്ച്വലി എ വേ ഓഫ് ഷോയിങ് ഹൗ ഡൈവേഴ്സ് ഹ്യൂമൻ ബിലീവ്സ് ആൻഡ് ട്രഡീഷൻസ് ആർ അക്രോസ് ദ വേൾഡ്. ഹോണസ്റ്റ്ലി പറഞ്ഞാൽ ഇത് കാണുമ്പോൾ മൈൻഡ് കുറച്ച് ഓപ്പൺ ആകും, ഡിഫറെൻ്റ് എന്നൊക്കെ തോന്നും. ഒരു കൾച്ചറിൻ്റെ ഐഡൻറ്റിറ്റി ആണെന്ന് നമ്മൾ പതിയെ റിയലൈസ് ചെയ്യും.
ഗൈസ്, ഇനി നാം എത്തുന്നത് കുറച്ച് ഡാർക്ക് ആൻഡ് ഷോക്കിംഗ് ആയ ഒരു സെക്ഷനിലേക്കാണ്. ഇത് ഏൻഷ്യൻ ടോർച്ചർ മെത്തേഡ്സിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. ഇവിടെ കാണുന്നത് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പണിഷ്മെൻറ്റ് ടൂൾസും മെത്തേഡ്സും ഒക്കെയാണ്. മെഡീവൽ യൂറോപ്പിലും മറ്റും കുറ്റക്കാരെ പണിഷ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഡിവൈസസിൻ്റെ റെപ്ലിക്കാസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് അയൺ മാസ്ക്, റെസ്ട്രെയിൻ ഡിവൈസസ്, ടോർച്ചറിങ് ചെയേഴ്സ് പോലുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ കാണാം. ഇത് നോക്കുമ്പോൾ തന്നെ അല്പം അൺകംഫർട്ടബിൾ ഫീലിംഗ് വരും. പക്ഷേ ഇതിൻ്റെ പർപ്പസ് എൻ്റർടൈൻമെൻ്റ് അല്ല. ഹിസ്റ്ററിയിൽ മനുഷ്യർ എങ്ങനെ ജസ്റ്റിസ് സിസ്റ്റം ഹാൻഡിൽ ചെയ്തിരുന്നു, അതിൻ്റെ ഡാർക്ക് സൈഡ് എത്ര ബ്രൂട്ടലായിരുന്നു എന്ന് കാണിക്കാനാണ്. ഇത് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഇന്നത്തെ മോഡേൺ ലോസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഹോണസ്റ്റ്ലി പറഞ്ഞാൽ ഇത് സ്കെയറി ആണെങ്കിലും എഡ്യൂക്കേഷണൽ ആയൊരു സെക്ഷനാണ്. ഒരു മൊമെൻറ്റിന് മൈൻഡ് ഫ്രീസ് ആക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഗൈസ്, ഇനി നമ്മൾ കാണാൻ പോകുന്നത് റിപ്ലേസിലെ ഏറ്റവും ഫേമസ് സെക്ഷനിലൊന്നായ വിയേർഡ് പീപ്പിൾ സെക്ഷനിലേക്കാണ്. ഇവിടെ കാണുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിയേർഡായിട്ടുള്ള മനുഷ്യരുടെ സ്റ്റോറീസാണ്. ചിലരുടെ ബോഡി ഫീച്ചേഴ്സ് അൺയൂഷ്വലായാണ്, ചിലർക്ക് റെയർ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്, ചിലർ എക്സ്ട്രാ ഓർഡിനറി ടാലൻസ് കൊണ്ട് ലോക റെക്കോർഡ് വരെ നേടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് വളരെ ലോങ് നെയിൽസ് സൂക്ഷിച്ചിരുന്ന ആളുകൾ, എക്സ്ട്രീംലി ബോഡി മോഡിഫിക്കേഷൻ ചെയ്തവർ, അല്ലെങ്കിൽ അൺയൂഷ്വൽ ഫ്ലെക്സിബിലിറ്റി ഉള്ളവർ, പെർഫോമേഴ്സ്, അവരെയൊക്കെ ഇവിടെ കാണാം. ഇത് കാണുമ്പോൾ ആദ്യം നമുക്ക് ഷോക്കായൊക്കെ തോന്നാം, പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരെല്ലാവരും അവരുടെ സ്വന്തം വേയിൽ യുണീക്കാണ്. അവരുടെ ജീവിതം തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറിയാണ്. റിപ്ലേസ് ഇതിലൂടെ ആക്ച്വലി കാണിക്കാൻ ശ്രമിക്കുന്നത് ഡിഫറെൻ്റ് എന്ന് പറയുന്നത് സ്ട്രേഞ്ച് അല്ല, അത് മനുഷ്യരുടെ വൈവിധ്യത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ്. ഹോണസ്റ്റ്ലി പറഞ്ഞാൽ ഇതൊരു ഫണ്ണി അല്ലെങ്കിലും ക്രീപ്പി എന്നതിലുപരി വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയ ഒരു സെക്ഷനാണ്. ഗായ്സ്, ഇത് കുറച്ച് ഫണ്ണും മൈൻഡ് ബ്ലോയിങ്ങും ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ സെക്ഷനാണ്. ഇവിടെ ഉള്ളതെല്ലാം നിങ്ങളുടെ കണ്ണുകളെ പറ്റിക്കുന്ന സെറ്റപ്പാണ്. ക്യാമറ വഴി നോക്കുമ്പോൾ ഒരു രീതിയിൽ കാണും, പക്ഷേ റിയൽ ലൈഫിൽ നിൽക്കുമ്പോൾ ടോട്ടലി ഡിഫറെൻറ്റ് ഫീൽ ആയിരിക്കും. ഇവിടെ ലൈറ്റിങ്ങും മിറേഴ്സും പെർസ്പെക്റ്റീവ് ട്രിക്സും എല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ബേസിക്കലി നമ്മുടെ ബ്രെയിനെ കൺഫ്യൂസ് ചെയ്ത് വാട്ട് ഈസ് റിയൽ എന്ന് ചോദിപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണിത്. ഹോണസ്റ്റ്ലി പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് എടുക്കാനും ഇത് പെർഫെക്റ്റ് സ്പോട്ടാണ്. ക്യാമറയിൽ കാണുമ്പോൾ വൗ എഫക്റ്റ് ഉറപ്പായിട്ടും. നിങ്ങളിപ്പോൾ കാണുന്നത് ആംസ്റ്റർഡാമിൻ്റെ കൾച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. ഇവിടെ കാണുന്നത് നെതർലാൻഡ്സിൻ്റെ ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽ മോഡൽസും സിറ്റി കൾച്ചേഴ്സും ഷോക്കേസ് ചെയ്തിട്ടുള്ള എക്സിബിഷൻസ് ആണ്. കനാൽസ്, ബൈക്സ്, ഓൾഡ് സ്ട്രീറ്റ്സ്, ഡച്ച് ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ എല്ലാ മിനി മോഡൽ ഫോംസിലും ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ തന്നെ ആംസ്റ്റർഡാം സിറ്റി എത്ര യൂണീക്ക് ആണെന്ന് മനസ്സിലാകും. പീസ്ഫുൾ ലൈഫ്, സൈക്ലിംഗ് കൾച്ചർ ആൻഡ് ഹിസ്റ്റോറിക് ആർക്കിടെക്ചർ എല്ലാം ഇവിടെ നൈസായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷേ അടുത്ത പാർട്ട് അല്പം ബോൾഡ് ആൻഡ് അഡൽട്ട് തീംഡ് സെക്ഷനാണ്.
ഇത് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് കൾച്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. ആംസ്റ്റർഡാമിലെ ഫേമസ് ഏരിയ ആയ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിൻ്റെ ഹിസ്റ്ററീസ്, റൂൾസ് ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ് ഇവിടെ ഇൻഫോർമേഷണലായിട്ട് കാണിച്ചിരിക്കുന്നു. ഇത് സെൻസേഷണലായി കാണിക്കുന്നതല്ല, പകരം സിറ്റിയുടെ റിയൽ ലൈഫ് കൾച്ചറും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് എഡ്യൂക്കേഷണലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ ബേസിക്കലി ആംസ്റ്റർഡാമിൻ്റെ വൺ സൈഡ് ട്രഡീഷണൽ പ്ലസ് പീസ്ഫുൾ ലൈഫ് സ്റ്റൈൽ കാണിക്കുമ്പോൾ മറ്റേ സൈഡ് മോഡേണും ഓപ്പൺ മൈൻഡഡും ആയിട്ടുള്ള സിറ്റി കൾച്ചർ കൂടി ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഹോണസ്റ്റ്ലി പറഞ്ഞാൽ ഇത് ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഐ ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് എക്സിസ്റ്റ് ഡിഫറെൻ്റ്ലി എന്ന് മനസ്സിലാക്കുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട്? ലൈക്ക് റിയലി മാജിക്കൽ മാജിക്കൽ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഇങ്ങനത്തെ ട്രാവൽ എക്സ്പീരിയൻസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എന്നെ ഫോളോ ചെയ്ത് കൂടാം. സോ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.